ഓർഡറിന്റെ മാതാവ് പേടിയാവണം. ഡിഫിക്കൽറ്റി എന്നാ പിടിച്ചോ. ആശോശാമായ ഒരു പിടി തന്നയച്ചാണ്. എന്തുട്ടാ നോക്കിയത്? എന്തുട്ടാ നോക്കി? എന്റെ മാതാവേ, നിനക്ക് നാളെ തൊട്ട് നൈറ്റ് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്തുട്ടാ നോക്കിയത്? എന്തുട്ടത്? എല്ലാവരും ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പണ്ടേ വലിയ ഡോക്ടറോട് പറഞ്ഞ് പ്രത്യേക സാങ്ഷൻ വാങ്ങി ഡേ ഡ്യൂട്ടി ആക്കിയതായിരുന്നു. ഇപ്പൊ ഭരണം മാറിയില്ലേ? ആ പൂതനയുടെ പണിയനെ. അവളുടെ പൂതനാമോഷം കഥകളി ഉണ്ടല്ലോ, ആ കണ്ണോണ്ട് കൈകൊണ്ട് കാലോണ്ടൊക്കെ ഉള്ളത്, അത് ഞാൻ കാണണ്ടോ. ആ ഞാനിപ്പോ എന്ത് ചെയ്യും? ആ ശോശാമ സിസ്റ്ററോട് പറഞ്ഞാൽ എനിക്ക് വേറെ ജോലിയില്ലേ? അവരോട് പോയി പറയാൻ. അവര് നത്തിങ് ഡൂയിങ് ആണെന്ന് സിസ്റ്റർ എന്നിട്ട് ആ ഡാക്ടറെ അടുത്തൊന്ന് പറഞ്ഞേ. ആരെ പിണ്ടത്തെ വേണേ ഞാൻ പേടിക്കാം, പക്ഷെ ആരെ പേടിക്കില്ല. ഡോക്ടർ പോന്നതിനെ വിളിച്ചെന്ന് പറ. ഒന്ന് പോയേ സിസ്റ്റർ, എന്തുട്ടത്ര പേര് നോക്കിക്കണേന്ന്. ഒന്ന് പോയേ. ഒരു ഹോസ്പിറ്റലിൽ എന്നും ഡേ ഡ്യൂട്ടി മാത്രം നോക്കാമെന്ന് വെച്ചാൽ അതെങ്ങനെയാ ശരിയാവുക? ഡോക്ടർ പിന്നെ ഡാഡിയുടെ പ്രത്യേക കാരണം കൊണ്ട് ഗീതയ്ക്ക് അങ്ങനെ ഒരു പരിഗണന ലഭിച്ചു എന്ന് വിചാരിച്ച് എന്ന് തുടരാമെന്ന് വിചാരിക്കാം. അതല്ലേ ഡോക്ടർ, വീട്ടിൽ അമ്മ ഒരു അനിയത്തി മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കാണെങ്കിൽ അതൊന്നും ഒരു ആശുപത്രിയെ സംബന്ധിച്ച് കാരണങ്ങളല്ല. ഡോക്ടർ, അമ്മ സുഖമില്ലാതെ കിടക്കുന്നുണ്ടാ? ശരി, പക്ഷെ എമർജൻസി വന്നാൽ ഗീത നൈറ്റ് ഡ്യൂട്ടി നോക്കേണ്ടി വരും. ശരി, പറ്റുള്ളൂ. ഞാൻ ശോശാമ്മയോട് പറഞ്ഞേക്കാം. ഒച്ച വെച്ചിട്ട് കാര്യമില്ല. ബഹളം വെച്ച് ആളെ കുട്ടിയെ നിനക്ക് തന്നെ നടക്കണം. നാശങ്ങള് ആ തൊമ്മനെ പേടിച്ച് പെമ്പിള്ളേർക്ക് വഴി നടക്കാൻ പറ്റാത്ത സ്ഥിതിയെ അമ്മാനെ. എന്റെ മോള് കൂലിപ്പണി എടുത്തിട്ടാ ഞങ്ങളുടെ കുടുംബം കഴിയുന്നത്. ഇവളിനി ജോലിക്ക് പോകുന്നില്ലെന്നാ പറയുന്നു. ഇവള് ജോലിക്ക് പോകാതിരുന്ന ഞങ്ങളുടെ കുടുംബം പട്ടിണിയാകും അമ്മാനെ. ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല. ഇതിനു മുമ്പും എന്റെ മോളെ അവൻ കയറി പിടിക്കാൻ വന്നിട്ടുണ്ട്. അന്നിരുന്ന് ഇൻസ്പെക്ടർമാരുടെ കയ്യിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. ഒരു നടപടിയും ഉണ്ടായില്ല. കാരണം വിഷമിക്കണ്ട, ഇനി അവനെ കൊണ്ട് ഉപദ്രവമൊന്നും ഉണ്ടാവില്ല. ഞാൻ അവനെ വിളിച്ച് ചോദിക്കാം. ഒരു പരാതി എഴുതി കൊടുത്തിട്ട് പോയിക്കോളൂ. മാത്രമേ എടോ മാത്രമേ സാർ. എടോ, ഇവിടെ എവിടെയാണോ ഒരു കടുവായുള്ളത്? കടുവേ? ഇവിടെ അങ്ങനെ ഒരു കടുവകളായിട്ട് എനിക്കൊരു പിടിയില്ല. ആ പിന്നെ ഇവിടെ കുറച്ച് മാറിയിട്ട് ഒരു കാടുണ്ട്, അവിടെ ചിലപ്പോ കടുവ ഉണ്ടാവും. എടോ, ഇവിടെ കടുവാത്തൊമ്മൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടോ? ആയ്, ആ പിശാചനെ. അവനിവിടുത്തെ നോട്ടംപുള്ളിന്. അവനോട് ഇവിടം വരെ വരാൻ പറയണം. ആ അല്ല, ഞാൻ തന്നെ പോണോന്ന്. താൻ തന്നെ പോണം. താൻ പോയാലേ അവൻ വരൂ. ചെല്. അതേ, നമ്മുടെ രായൻ സാറിന്റെ പോക്ക് അത്ര ശരിയല്ല കേട്ടോ. ആ ശരി അവളെ കയറി പിടിച്ചു എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അവനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടോന്ന്? ഒരു കാര്യമില്ല. മറ്റുള്ളവരെ വലയ്ക്കാൻ. അത് തന്നെ. ഇനിയിപ്പോ തൊമ്മൻ ബലാത്സംഗം ചെയ്തില്ലാന്നിരിക്കട്ടെ, വേറെ ആരെങ്കിലും ചെയ്യില്ലേ? ചെയ്യും. ഈ കണക്കിന് രാജൻ സാറ് അധികം നാൾ ഇവിടെ നിൽക്കില്ല കേട്ടോ, തള്ളിപ്പോ. അങ്ങേര് വന്ന് പിന്നെ ആകെ ടൈറ്റാ. ഒരു പൈസ പോലും മേടിക്കാൻ സാധിക്കത്തില്ല. പട്ടിയിട്ട് പുല്ല് തിന്നയിൽ പശുവിനെ കൂടെ തീറ്റിക്കയില്ല. അത് തന്നെ. ദേ ഇങ്ങോട്ട് നോക്കി, ഇതെന്തുട്ടത്? പോക്കറ്റെ. ഇത് പോക്കറ്റാ? ആ പോക്കറ്റാ. ഇഷ്ടപ്പെട്ടിയുടെ പാട് മാറിയില്ല. ഇല്ല. ഐ, വല്ലതിൽ ചെന്നിട്ട് വേണ്ടേന്ന് ആരോടെങ്കിലും നക്കാപ്പിച്ച പഠിക്കാന്ന് വെച്ചാ അതറിഞ്ഞ അപ്പ സസ്പെൻഷൻ. ഉള്ളതും പോവും. ഇതിലും ഭേദം സസ്പെൻഷനാ. തന്റെ കരിനാക്ക് വളക്കല്ലേ, പാമ്പ് കടിക്കും. അതാ തൊമ്മൻ. ഇവിടെ തേ പോകുന്നു.
അവൻ വീടി കളഞ്ഞോട്ടോ. ഇവിടെ വാടാ. ഇങ്ങനെ വാരഞ്ഞിരേ. എടാ തമ്മ, നിന്റെ ആ കടുവാത്തരം നിർത്തിക്കൂട. ആ എന്താ കാര്യം? നീ എന്തിനാണ്ട കന്നാലി ഇന്നലെ പെണ്ണിനെ കയറി പിടിച്ചത്? പെണ്ണിനെ എന്തിനാ കയറി പിടിച്ചതെന്ന് സാറിന് അറിഞ്ഞുകൂടെ? കേറി പിടിക്കുമ്പോ കാലോണ്ട് തൊഴിക്കാത്തനെ കേറി പിടിച്ചുടാ മൂയ്യേ. ആകെ പ്രശ്നമായിട്ട് കേട്ടോ. നിന്നെ കസ്റ്റഡിയിലെടുക്കാനായിട്ട് SI ഓർഡർ ഇട്ടിട്ടുണ്ട്. അതിനാ ഞങ്ങൾ വന്നത്. യു അണ്ടർസ്റ്റാൻഡ്? എന്തോ ഇംഗ്ലീഷൊന്നും പറയണ്ട, മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും ഇയാൾക്ക് അല്ലേ? നിന്റെ കള്ളും ചാരായവും ഞങ്ങളുടെ വയറ്റിൽ കിടക്കുമ്പോ നിന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റുമോ? ഇല്ല. ഒരു കാര്യം ചെയ്തോളൂ, വേഗം സ്ഥലം വിട്ടോളൂ. നിന്നെ അന്വേഷിച്ചിട്ട് കണ്ടില്ലാന്നും നീ നാട് വിട്ടിരിക്കുകയാണെന്നും ഞങ്ങൾ SIയോട് പറഞ്ഞോളാം. പറഞ്ഞതിലും മനസ്സിലാവണ്ടോ ഷവി? പോക്കറ്റ് കാശുണ്ടല്ലോ മിടുക്കൻ. ഈ കാശ് എന്റെ ഇരിക്കട്ടെ. അത് വേണ്ട, അത് എന്റെ ഇരിക്കട്ടെ. താൻ പോയരോന്ന് ഇനി വന്നേ തമ്മ. ഈ ഒരു കാര്യം ചെയ്തോളൂ, ദേ ഇന്ന് തന്നെ ഇവിടുന്ന് വേഗം സ്ഥലം വിടുക. രാജൻ സാർ അറിഞ്ഞാണ്ടല്ലോ, ഇതെന്റെ ഈ സാധനം ഉണ്ടല്ലോ തെറിച്ചാ പോവും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളൂ, നിന്റെ കാശില്ലെങ്കിൽ ആരെങ്കിലും തട്ടിപ്പറിച്ചോ പോക്കറ്റ് അടിച്ചോ ഇന്ന് തന്നെ അവിടെ സ്ഥലം വിടുക. ഒന്നോർക്കുമ്പോ ഇങ്ങനെ നീയൊക്കെ ഭയങ്കര ഭാഗ്യവാനുണ്ടാ. നിനക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ കയറി പിടിക്കാം, എന്തും ചെയ്യാം. ഈ കാക്കി ഉടുപ്പ് ഇട്ടിരിക്കുന്നോണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാ സംഭവം. ഈ മുറി ഉണങ്ങിയ പൂവല്ലേ? അതിങ്ങനെ അതെന്റെ പോക്കറ്റിൽ പോയി, അതെന്റെ പോക്കറ്റിൽ പോയി. അത് രക്ഷയില്ല. നീ സാർ ആശാൻ ഇതാ ഭാഗത്താ നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾ അങ്ങോട്ട് പോക്കോളൂ, നോക്കിക്കോളൂ കേട്ടോ. എത്തമ്മ വാലോർക്കടാ. ആരാടാ ഈ രാത്രിയില്? സാറായിരുന്നോ? നിന്റെ ഇറങ്ങിടാ നീ. എന്താ സാറേ ഈ രാത്രിയില്? അല്ല നീ എന്തുട്ടാ വിചാരിച്ചേ? പിന്നെ ശേഷിയുള്ള മറ്റു പോലീസുകാർ നിന്നെ എന്ത് ചെയ്താലും ഞങ്ങൾ നിന്നെ തൊടത്തില്ല. പൊന്നു തൊമ്മ, നീ ഒളിവിലാണെന്നാണല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് കണ്ടാലും പറയാനുണ്ടോ? ദേ നോക്കി, ഈ തൊപ്പിയാ പോവും. അങ്ങനെ ഒന്നും ചെയ്യരുത്. തൊമ്മൻ എന്റെ ഭർത്താവാണ്. വണ്ടി കയറ്റിക്കൊള്ളു. അദ്ദേഹത്തെ കൊണ്ടുപോകരുത് സാർ. നീ ഇന്നലെ രാത്രി വരുമെന്ന് കരുതി ഞാൻ ഊണ് കഴിക്കാതെ കാത്തിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ വൈകി, പിന്നെ രാവിലെ പോരാന്ന് വിചാരിച്ചു. നിനക്ക് സെലക്ഷൻ കിട്ടുമോ? കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. കിട്ടിയ അടുത്ത ആഴ്ച പോകേണ്ടി വരും. അപ്പോ മേരിക്കുട്ടിയുടെ കല്യാണത്തിന് രാജകുഞ്ഞ് ഉണ്ടാവില്ല അല്ലേ? ആ, മേരിക്കുട്ടിയുടെ കല്യാണോ? എന്നാണ്? ഈ മാസം 20-ാം തീയതി കുഞ്ഞ്. എന്താ ജോലി? പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. നാട്ടിൽ തന്നെ ചില്ലറ പണികൾ എന്തൊക്കെയോ ചെയ്യുമെന്നാ കേൾക്കുന്നേ. ഹലോ മണവാട്ടി, ആരെയും കാണാതെ ഒളിച്ചും പാത്തും നടക്കാണോ? അല്ല, കല്യാണം നിശ്ചയിച്ച് വരെ നമ്മളോടൊന്നും പറയാലല്ലേ? അമ്മച്ചി പറഞ്ഞില്ലേ? അമ്മച്ചി മാത്രം പറഞ്ഞാ പോരല്ലോ, നോമിനി പറയണ്ടേ?
ആളെങ്ങനെ സ്മാർട്ടാണോ? ഞാൻ കണ്ടില്ല. ആ അത് കൊള്ളാം. ശരിക്കും നോക്കിയില്ലെങ്കിലേ പള്ളി വെച്ച് ആള് മാറിപ്പോവും. ആ മേരിക്കുട്ടി, നിങ്ങളുടെ കല്യാണം കാണാൻ നല്ല ഭംഗിയായിരിക്കും. വൈറ്റ് സാരിയും ബ്ലൗസും മന്ത്രകോടിയും നെറ്റും ഒക്കെ വെച്ച് വരുന്ന കാണാൻ നല്ല ഭംഗിയാ. മേരിക്കുട്ടിക്ക് ആ ഡ്രസ്സ് നന്നായിട്ട് ചേരുകയും ചെയ്യും. കല്യാണത്തിന് രാജേട്ടൻ ഉണ്ടായില്ലെങ്കിലും എനിക്കൊരു അപേക്ഷയുണ്ട്. രാജേട്ടൻ ഉദ്യോഗം കിട്ടി വലിയ ആളാകുമ്പോ ഞങ്ങളെയൊക്കെ മറന്നളയരുത്. ഹേയ്, എന്റെ വീട്ടിലെ വേലക്കാരി ഏലിയമ്മയുടെ മകളായിട്ടല്ല ഞാൻ മേരിക്കുട്ടിയെ കണ്ടിരിക്കുന്നു. കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് കളിച്ചു വളർന്ന എന്റെ ഒരേ ഒരു കൂട്ടുകാരിയാണ് മേരിക്കുട്ടി. മേരിക്കുട്ടിക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഞാൻ ക്യാബലറ്റ് കൊണ്ടടിച്ച് കവള് പൊട്ടിച്ചത്? എന്തായി രാത്രിയില്? വിശേഷിച്ചൊന്നുമില്ല. വീട് വാടകയ്ക്ക് എന്നിട്ട് വല്ലപ്പോഴെങ്കിലും വന്ന് അന്വേഷിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഉറങ്ങാൻ കിടന്നായിരിക്കും. ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ഹേയ്, ഞാൻ വൈകിയ ഉറങ്ങാറ്. ഓ, പറഞ്ഞ പോലെ പോലീസുകാർക്ക് പെട്ടെന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ. എന്റെ മോടെ ബർത്ത്ഡേക്ക് വരുമെന്ന് ഞങ്ങൾ എല്ലാരും പ്രതീക്ഷിച്ചു. മിസ്റ്റർ രാജൻ മധുരപലഹാരങ്ങളൊന്നും കഴിക്കില്ലേ? കൂടുതൽ മധുരം എനിക്കിഷ്ടമല്ല. ആ, എന്നിട്ട് താമസമൊക്കെ സുഖമാണല്ലോ? അസൗകര്യമൊന്നുമില്ല. മിസ്റ്റർ രാജൻ, ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് പറയാണ്, മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് വളരെ പാവങ്ങളാണ് ഇവിടെ ഉള്ളവര്. എനിക്കറിയാം, കൂടുതൽ ആളുകളും നല്ലവരാണ്, കുറ്റകൃത്യങ്ങളും വളരെ കുറവാണ്. നിങ്ങൾക്ക് ഈ നാട്ടില് ശത്രുക്കൾ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ വിഭാഗക്കാരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പ്രയാസമാണ്. കുറഞ്ഞപക്ഷം കുറ്റവാസനയുള്ളവരെങ്കിലും ഞങ്ങൾക്കെതിരായിരിക്കും. ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാല് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്നോട് ആലോചിച്ചിട്ടേ ഇതിന് മുമ്പിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏത് കാര്യവും ചെയ്തിട്ടുള്ളൂ. പഞ്ചായത്തും പോലീസും രണ്ടും രണ്ടാണ്. അല്ല, എന്നാലും ചില കാര്യങ്ങളിലൊക്കെ ഞങ്ങളുടെ അഭിപ്രായം ആരായുന്നതുകൊണ്ട് കുഴപ്പമൊന്നും വരാനില്ല. മിസ്റ്റർ മേനോൻ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കടുവാത്തൊമ്മനെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ടു. അയാളിപ്പോ ലോക്കപ്പിലുണ്ട്. അവനൊരു പാവപ്പെട്ട പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നവരെല്ലാം പഞ്ചായത്ത് ലെവലിൽ പാവങ്ങളായിരിക്കും അല്ലേ? അവന്റെ വീട്ടിലെ സ്ഥിതി വളരെ ശോചനീയമാ. കുറ്റം ചെയ്യുന്നവന്റെ വീട്ടിലെ സ്ഥിതി അന്വേഷിച്ചിട്ട് ശിക്ഷിക്കാൻ പറ്റുമോ? തൊമ്മൻ നമുക്കെല്ലാം വേണ്ടപ്പെട്ടവനാ. എനിക്ക് വേണ്ടപ്പെട്ടവനല്ല. നിങ്ങൾ വളരെ ചെറുപ്പമാ, ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓഹോ, അപ്പൊ കൂടുതൽ ദിവസം ജീവിക്കാനുള്ള ആയുസ് നീട്ടിയിട്ട് കൊടുക്കുന്ന ബ്രഹ്മാവായിരിക്കും തൊമ്മൻ അല്ലേ? അല്ല, ഞാൻ പറയുന്നത് മിസ്റ്റർ മേനോൻ, ഞാൻ ഈ സ്റ്റേഷനിൽ ഉള്ളിടത്തോളം കാലം തൊമ്മനെ പോലെയുള്ള റൌഡികളെ അഴിഞ്ഞാടാൻ ഞാൻ സമ്മതിക്കില്ല. ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളുടെ മകളോ പെങ്ങളോ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുമായിരുന്നു? നിങ്ങളെ പോലെയുള്ളവർ ഇത്തരം കാര്യങ്ങൾ ഇടപെടരുത്. ഈ വക കാര്യങ്ങൾ നോക്കാനാണ് ഞങ്ങളെ പോലെയുള്ളവരെ സർക്കാർ ശമ്പളം കൊടുത്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ തൊമ്മന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. കൂടുതലൊന്നും പറയാനില്ലല്ലോ. അപ്പോ ഉറങ്ങാനായിരിക്കും. അതെ, ഉറങ്ങിക്കോ. ഒരു കണക്കിന് തൊമ്മൻ ചെയ്ത് തെറ്റാ, അവൻ ശിക്ഷയ്ക്ക് അർഹനുമാ. കുറച്ചു ദിവസം അകത്ത് ഇറക്കട്ടല്ലേ? അതെ. പോലീസ് ഉദ്യോഗസ്ഥന്മാരായി ഇങ്ങനെ വേണം. ഇതിന് മുമ്പിരുന്നവരെ കുറിച്ച് എനിക്ക് പുച്ഛം തോന്നുന്നു. നിങ്ങളെ സമർത്ഥനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. നിങ്ങളെ പോലുള്ളവരാണ് ഈ നാടിന് ആവശ്യം. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ രാജൻ. താങ്ക് യു. വരട്ടെ. ഗുഡ് നൈറ്റ്. വെരി ഗുഡ്. എനിക്ക് മോളെ. മേരിക്കുട്ടി എപ്പോ വന്നു? വെളുപ്പാങ്കാലത്ത് വന്നതാ. എന്നിട്ടെന്താ എന്നെ വിളിക്കായിരുന്നു? രാജേട്ടനെ അല്ല, സാറിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. മേരിക്കുട്ടി എന്നെ പണ്ട് വിളിച്ചിരുന്ന പോലെ വിളിച്ചാൽ മതി. അകത്തേക്ക് വരൂ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. അത് പറ്റില്ല, വരൂ. എന്തിനാ മേരിക്കുട്ടി വന്നത്? സാർ, കൊള്ളരുതാത്തവനാണെങ്കിലും അദ്ദേഹം എന്റെ ഭർത്താവായി പോയില്ലേ? അങ്ങനെ വിട്ടില്ലെങ്കിൽ എനിക്ക് കുഞ്ഞിനെ ആരും ഇല്ലാതായിപ്പോ. മേരിക്കുട്ടി, തൊമ്മൻ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. സാർ, അങ്ങനെ പറയരുത്. എന്നെ ഓർത്ത് അങ്ങനെ വിടണ്ട. എന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും. അറിയാതെ മേരിക്കുട്ടി, തൊമ്മന്റെ കാര്യത്തിൽ ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. മേരിക്കുട്ടി വിഷമിക്കാതെ. മേരിക്കുട്ടി ആകെ മാറിയിരിക്കുന്നു. ഇത് എന്ത് പറ്റി നിനക്ക്? വിവാഹം കഴിഞ്ഞ് അന്ന് തുടങ്ങിയതാണ് സാർ.
എന്റെ വേദന. തൊമ്മ നിന്നെ തല്ലാറുണ്ടോ? കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. എന്റെ ജീവിതം എങ്ങനെയായിപ്പോയി. നിനക്ക് എത്ര കുട്ടികളുണ്ട്? ഇവള് മാത്രമേ ഉള്ളൂ. ഈ കുഞ്ഞും കൂടി ഇല്ലായിരുന്നെങ്കിൽ. നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നാട്ടിലേക്കൊന്നും പോകാറില്ലേ? ആരെ കാണാനാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്? അമ്മ ഈയിടെ മരിച്ചു. ഏലിച്ചടിച്ച് മരിച്ചു? ഞാൻ അറിഞ്ഞില്ല. നിക്ക്, ഞാനിപ്പോ വരാം. ഇരിക്കട്ടെ. വേണ്ട സാർ, എനിക്ക് വേണ്ട. സാരമില്ല, വാങ്ങിക്കോളൂ. മേരിക്കൂടെ പോയിക്കോളൂ. നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്നും ഞാനിവിടെ വന്നെന്നും അങ്ങേരറിഞ്ഞാൽ അങ്ങേരെന്നെ കൊല്ലും. വീട്ടിൽ കൊച്ചമ്മയ്ക്കും വല്യ സാറിന് സുഖമാണോ? ഞാൻ ഇവിടെ എങ്ങനെയാണ് കഴിയുന്നതെന്ന് സാർ ഒരിക്കലും അവരെ അറിയിക്കരുത്.